ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റോസ് ഡിസൈനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്കിപ്പം ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈനർ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡിസൈൻ മാത്രം നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഈ സാരിയിലേക്ക് ഈ പൂക്കളല്ല ചെയ്യുന്നത്, വേറെ ഒരെണ്ണമാണ്. അത് ഞാൻ നെറ്റൊക്കെ കട്ട് ചെയ്ത് ഫിനിഷിംഗ് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നെറ്റ് കട്ട് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ എടുത്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ നെറ്റ് ഭാഗങ്ങളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഈ ഡിസൈൻ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിൽ വരും. ഇത് നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് സാരിയിലേക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിനായിട്ട് സാരിയുടെ ചെസ്റ്റ് പോർഷനിലേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുകയില്ല. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം. തുന്നി കൊടുക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് തുന്നി കൊടുക്കുന്നത്. അതിനായിട്ട് നോർമൽ നീഡിലും നോർമൽ ത്രെഡും എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ ഇത് കണ്ടില്ലേ, ഈ എൻഡിങ്ങിൽ കൂടെ നമ്മളിപ്പോൾ തുന്നി കൊടുക്കുക. ഇത് ഗം ഉണങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് ഗം ഇതിലിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗം ഉണങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഗമ്മ് നമ്മൾ വെക്കുന്നത് ഇതോടെ ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗമ്മില്ലാതെയും ചെയ്യാം നമുക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പൊക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ നീഡിലും ത്രെഡും വെച്ചിട്ട് നമുക്ക് സൈഡ് പോർഷൻ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് ചെറിയൊരു സീക്വൻസും ഒരു ഗ്രീൻ ടൈപ്പ് ഷുഗർ ബീഡ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എൻഡിങ്ങിൽ കൂടിയാണ് ഞാനിപ്പം ഈ ഒരു ബീഡ്സ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഞാനിതിൻ്റെ ഒരു കുർത്തി ചെയ്തത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം സീക്വൻസ് കുത്തിയെടുക്കുക, എന്നിട്ട് അതിന് ശേഷം ഈ ഒരു ഷുഗർ ബീഡ്സ് കുത്തിയെടുക്കുക, എന്നിട്ടത് നമ്മൾ ഈ ഒരു ക്ലോത്തിലേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ള് ഈ ഒരു ഇതിൻ്റെ സൈഡിൽ കൂടെ മൊത്തം ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിപ്പോൾ ഈ സാരിയിൽ ചെസ്റ്റിലേക്കും മുന്താണിയിലേക്കും മാത്രമേ ചെയ്യുന്നുള്ളൂ. 1 ലെയർ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ സാരിക്ക് ബോർഡർ പോലെ ആയിട്ട് ഇപ്പോൾ കുറച്ച് ചെറിയ ഫ്ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരിക്ക് ബോർഡർ പോലെ കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റിലേക്കും താഴെ ആ ഒരു പ്ലീറ്റ് വരുന്ന പോർഷനിലേക്ക് മാത്രമായിട്ടും അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ നമുക്കിപ്പം ഷോപ്പുകളിലൊക്കെ ഒത്തിരി അവൈലബിൾ ആണ്. ഏത് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് സാരി നല്ല ഗ്രാൻഡായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന സാരി ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഞാനിപ്പം നമ്മൾ ഈ പിൻ ചെയ്യുന്ന ഭാഗത്തു നിന്ന് ഇങ്ങനെ താഴോട്ടേക്കാണ് ഒരു വലിയ ഫ്ലവറാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ബാക്കി പോർഷനിലേക്ക് ഞാൻ ആ സീക്വൻസും ബീഡ്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫുൾ പിക്ചർ വരുന്നത്. അങ്ങനെ പല ടൈപ്പിലുള്ള പൂക്കൾ വെച്ചിട്ട് ഞാൻ സാരി ചെയ്തിട്ടുണ്ട്. വേറൊരെണ്ണമാണിത്. ഇതിലേക്ക് ഞാൻ റെഡാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫുള്ള് മുന്താണിയുടെ അവിടെയൊക്കെ ഈ വർക്ക് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ഫ്ലവറാണിത്. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ കട്ട് ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്ന റോ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് പൈപ്പിംഗ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ സാരി ഇച്ചിരി ഫ്ലോയിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം അതിലേക്കും ഞാൻ ജസ്റ്റ് പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഫ്ലവർ ഗേൾസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമുക്കിപ്പം പൈപ്പിംഗ് ആയാലും റെഡിമെയ്ഡ് പൈപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ വാങ്ങിയിട്ട് പൈപ്പിംഗ് വെച്ച് നമുക്ക് സാരി ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.